ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ മൊണാലിസയുടെ ആധാർ കാർഡാണ്. ഈ വർഷം, അതായത് 2008, ഞാനിപ്പോ മഞ്ജുഷ് നയിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് മുമ്പുള്ള ആധാർ കാർഡ് സ്കൂളിൽ പഠിക്കുന്ന മൊണാലിസ ഫേക്ക് ചെയ്തു. ഫർമാനെ പരിചയപ്പെട്ടിട്ട് ഏതാനും മാസങ്ങളേ ആയുള്ളൂ. അതായത് ഈ ആധാർ കാർഡ് ആരാ എടുത്തത്? വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വീട്ടുകാരല്ലേ എടുത്തത്. സത്യമാണോ ഈ പറയുന്നത്? ഈ ആധാർ കാർഡ് എടുത്തതാരാ? ആധാർ കാർഡ് പ്രൂഫ് അല്ലെന്ന് സീത് ഭായ് പറയുന്നത് വളരെ കറക്റ്റാണ്. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങളുടെ ആധാർ കാർഡ് എടുത്തത് വേറെ ആരെങ്കിലും ആണോ? അന്ന് ആരാണ് 2008 ജനുവരി 1 ആധാർ കാർഡ് എടുത്തത്? അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് സ്കൂൾ റെക്കോർഡ് അവൈലബിൾ അല്ല, രണ്ട് പക്ഷത്തിനും അവൈലബിൾ അല്ലല്ലോ. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. രണ്ട് പക്ഷത്തിനും അവൈലബിൾ അല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന ആധാർ കാർഡാണ്, പക്ഷേ സ്കൂൾ റെക്കോർഡ് ഇല്ല. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന അല്ല, സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും. എക്സാക്ട്ലി, ഞാൻ പറഞ്ഞത് മെട്രിക്കുലേഷൻ ഡേറ്റ ഉൾപ്പെടെയുള്ള സ്കൂൾ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒറിജിനൽ ആയിട്ട് അതിന് വേണ്ടിയിട്ട് പരിഗണിക്കാമെന്നിരിക്കെ അത് പരിഗണിക്കാൻ കഴിയാത്ത ആധാർ കാർഡിനേക്കാൾ നമ്മൾ അന്വേഷിക്കേണ്ടത് ഏതാണ്? എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ഈ 18 വയസ്സ് പോലും തിരഞ്ഞിട്ടില്ലാത്ത മൊണാലിസ ഈ വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? അതായത് ഫർമാൻ ഖാനെ പരിചയപ്പെട്ടിട്ട് ഏതാനും മാസങ്ങളല്ലേ ആയുള്ളൂ. അപ്പോ യഥാർത്ഥത്തിൽ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ആരുണ്ടാക്കി? ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വർഷം ഏതാണ്? ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന 2025 5/6/2025. അപ്പൊ അത് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ജൂണിൽ. ഒരു വർഷം ആയിട്ടില്ല. കഴിഞ്ഞ ജൂണിലാണ്. ഒരു വർഷം ആയിട്ടില്ല. ഇല്ല, കഴിഞ്ഞ ജൂണിൽ. ഒരു വർഷം ആയിട്ടില്ല. അതെ, കഴിഞ്ഞ ജൂണിൽ. അപ്പൊ പിന്നെ അതിന്റെ റെലവൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ റെലവൻസ് നീ ഒന്നും പണയണ്ട. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയതാണെന്ന് സംശയിക്കാൻ ഉതകുന്ന രീതിയിലാണ്. ഞാൻ പറഞ്ഞത് രാഹുൽ ഈശ്വർ പറയുന്നത് പോലെയല്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് സംശയിക്കാൻ കഴിയുന്ന ഗ്രൗണ്ട്സ് ഇതിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നതിനെ സ്ഥാപിക്കാനാണ് ഞാൻ പറഞ്ഞത്. ബാക്കി തിരിച്ച് സംശയിക്കാൻ കഴിയുന്ന ഗ്രൗണ്ട്സ് എന്താണ്? യഥാർത്ഥത്തിൽ അതിനുശേഷം ഈ പെൺകുട്ടിയുടെ വിവാഹത്തെയും കുടുംബത്തെയും തകർക്കാനായി ഇവർ ചെന്ന് മാരേജ് സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തു. ബർത്ത് സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് രാഹുലിന്റെ അതേ വാദം ഞാൻ തിരിച്ചുപയോഗിക്കട്ടെ. രാഹുൽ പറയുന്നത് ചില ആൾക്കാർക്ക് സ്വാധീനിച്ചുകൊണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിച്ചു, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നാണ്. അങ്ങനെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്യാൻസൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതേ വാദം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും അത് ഒരു വർഷം പോലും ആയിട്ടില്ല, ഇതിന് തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്താണെന്നുള്ള ഒരു വാദം പറഞ്ഞാൽ ലോജിക്കൽ അല്ലേ? കൃത്യമായ മറുപടി പറയാം. മൊണാലിസ എന്ന് പറയുന്ന നമ്മുടെ പലരുടെയും ഭാഷയിൽ 18 തികയാത്തൊരു കുട്ടി ആധാർ കാർഡും പാൻ കാർഡും ബർത്ത് സർട്ടിഫിക്കറ്റും ഇലക്ട്രോണൽ ഐഡിയും ഫേക്ക് ചെയ്തു എന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? ഫർമാൻ ഖാനെ കാണുന്നതിന് മുമ്പുള്ള ആധാർ കാർഡ് അടക്കം മൊണാലിസയുടെ ഇരിപ്പില്ലേ? ഫർമാൻ ഖാൻ വന്നിട്ട് ഏതാനും മാസങ്ങളല്ലേ ആയുള്ളൂ. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സ്വന്തം മകളെ തള്ളി പറയുന്നു എന്നാണോ നമ്മൾ അനുമാനിക്കേണ്ടത്? ആ കുട്ടി അല്ല, ഈ കല്യാണം പ്രണയ വിവാഹത്തിൽ പലപ്പോഴും വീട്ടുകാർ ഇരുപക്ഷത്താകാറില്ലേ, പല പക്ഷത്താകാറില്ലേ? പക്ഷേ എന്തുകൊണ്ട് ആരും പ്രായത്തിന്റെ കാര്യത്തിൽ പറയാറില്ല? ഈ പെൺകുട്ടിയുടെ അച്ഛനും കൂടെ അല്ലേ കേരളത്തിൽ വന്നത്? പോലീസ് സ്റ്റേഷനിൽ പോയത് ഈ പെൺകുട്ടിയുടെ അച്ഛനും കൂടെ അല്ലേ? ആ പെൺകുട്ടിയുടെ പ്രായത്തിനെ കുറിച്ച് പ്രണയ വിവാഹത്തിനോട് എതിർപ്പുള്ള ആൾക്കാർ എന്റെ കുട്ടി മൈനറാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്ന കേസുകളില്ല. മൈനർ ആണെങ്കിൽ അച്ഛൻ എന്തിനാ വിട്ടിട്ട് പോയത്? മൈനർ അല്ല എങ്കിൽ മധ്യപ്രദേശ് സർക്കാരും NCSTയും, ഞാൻ പറഞ്ഞത് NCST എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ബോഡിയാണ്. അവർ എന്തിന്റെ പേരിലാണ് വെരിഫൈ ചെയ്തതിനു ശേഷം അത് വേണ്ടെന്ന് ഏതോ ഒരു പ്രഥം എന്ന് പറഞ്ഞ ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ താളത്തിന് തുല്യൻ അയാൾ ഇന്ത്യൻ പ്രസിഡന്റ് ആണോ? NCSTയുടെ തലവൻ ഏത് പാർട്ടിക്കാരനാണ്? അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് കോടതി ഉത്തരവിടുന്ന ജഡ്ജിനെ നമുക്ക് അങ്ങനെ പറയേണ്ടി വരുമല്ലോ. രാഹുൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. മുനിസിപ്പൽ കോർപ്പറേഷനിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആളിന്റെ ജാതിയും മതവും അയാളുടെ പാർട്ടിയും ഏതാണെന്ന് നമുക്കറിയോ? രാഹുൽ അന്വേഷിച്ചില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ തരാതരം പറയുകയല്ലേ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഹോസ്പിറ്റൽ റെക്കോർഡ് എന്തുകൊണ്ട് 2009 ഡിസംബർ 30 എന്ന് പറയുന്ന ഹോസ്പിറ്റൽ റെക്കോർഡ് ഇവരുടെ അനിയന്റെയാണ്. ലെടുക്ക എന്നുള്ളത് ലെടുക്കി ഇവര് മാറ്റിയതാണ്. ഇവരുടെ അനിയന്റെ ഒരു തിരിച്ചു ചോദിച്ചോട്ടെ, ഒരു വീട്ടിൽ ഒരേ പ്രായമുള്ള 2 കുട്ടികൾ വേറെ വേറെ കാലത്തുണ്ടാവും? അല്ല, അത് ഒരേ പ്രായമാണെന്ന് രാഹുൽ പറയില്ല. രാഹുൽ എന്റെ സംശയം എന്ന് പറയുന്നത് ഇതൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ, അല്ല ഇതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ മധ്യപ്രദേശ് പോലീസ് വന്നത്. ഇതെല്ലാം അന്വേഷിക്കുന്നതിന് വേണ്ടി മധ്യപ്രദേശ് പോലീസ് വരുന്നു. ശ്രീ ഗണപത് എന്ന SI ആണ് വന്നത്. ഞാൻ ശ്രീ ഗണപതിനോട് പറഞ്ഞു, സാറേ ദ്രോഹിക്കരുത്, പാവപ്പെട്ട പിള്ളേരാണ്, 2-3 ദിവസമായിട്ട് ഓട്ടത്തിലാണ്, ഇവരെ ദ്രോഹിച്ചിട്ട് എന്ത് കിട്ടാനാണ്?
ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനി നേരത്തെ അങ്ങ് പറഞ്ഞു രാഹുൽ ഈശ്വറാണോ മധ്യപ്രദേശ് ഗവൺമെന്റ് ആണോ എന്ന് ഒരു സംശയവും വേണ്ട. വരുന്ന വർഷങ്ങളിൽ നോക്കിക്കോളൂ, ഈ വിഷയം നമുക്ക് കാണുമല്ലോ. ഇത്രയും ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് മോണോലിത്തിക്ക് ഫേക്ക് ചെയ്യാൻ കഴിയുക ഒന്ന് ആലോചിച്ച് നോക്കുക. 2 ആധാർ, പാൻ കാർഡ്, ഇലക്ട്രൽ ID കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇനിയും ഇതിന്റെ പിന്നിൽ പറയാൻ പോകുന്നത് ഫർമാന്റെ മറ്റ് ബന്ധങ്ങളാണ്. ഫർമാൻ വരുന്നതിന് മുമ്പുള്ള ഡോക്യുമെന്റ്സ് അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഇവർക്ക് പ്രായം കുറവുണ്ടെന്ന് കാണിച്ച് ഇവരുടെ കുടുംബത്തെ തകർക്കാനും ഇവരുടെ കല്യാണത്തെ തകർക്കാനും ചില തീവ്ര വലതുപക്ഷ ശക്തികൾ ഈ സ്വീകരണത്തിന് നമ്മളോട് എല്ലാരോടും അത്യധികം ഇല്ല, പോക്സോ കേസ് ഇല്ല. അത് പോക്സോ കേസ് എടുക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ശുപാർശയല്ലേ ചെയ്തിട്ടുള്ളത്, എടുക്കാത്ത അതാണ് ശ്രീത് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് എടുക്കാമായിരുന്നല്ലോ. കൃത്യമായി പറയാം, അങ്ങ് അറിഞ്ഞിരിക്കണം. എടുക്കാത്തതിന്റെ റീസൺ ഇവിടെ വന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അബ്ഡക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ മൈനർ എന്ന് ക്ലെയിം ചെയ്ത് ഇവരെ റിക്കവർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് മധ്യപ്രദേശ് പോലീസിന്റെ ടീം വന്നത്. കൃത്യമായി നമ്മുടെ കാളിരാജ് അടക്കമുള്ള കമ്മീഷനോട് സംസാരിച്ചിട്ട് ഇവരുടെ റിക്കവറി കേസ് ആണെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞാണ് വന്നത്. അതല്ല ഉദ്ദേശം, മാറി. ഇവരുടെ മാരേജിനെ തകർക്കുകയും ഫർമാൻ ഖാനെ അനാവശ്യമായിട്ട് ഒരു മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയും ചെയ്യാനാണെങ്കിൽ ഈസിയസ്റ്റ് ഓപ്ഷൻ ഈസ് പോക്സോ. രാഹുൽ അബ്ഡക്ഷൻ നിൽക്കുമോ? പെൺകുട്ടി അച്ഛന്റെ കൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫർമാൻ ഖാനെതിരെയുള്ള അബ്ഡക്ഷൻ നിലനിൽക്കുമോ? അതെങ്ങനെ? എന്നാ പിന്നെ നിൽക്കാത്ത അബ്ഡക്ഷൻ മാത്രമേ ഇടാവൂ, നിൽക്കാത്ത പോക്സോയും കൂടെ കിട്ടൂലേ? ഉത്തരം പറയണം. എന്നാ പോക്സോ ഇടാത്ത എന്താ? പോക്സോ ഇടേണ്ട വകുപ്പ് ഞാൻ ചോദിക്കുന്നത് അതാണ്. രാഹുൽ പറയുന്നത് അത് എന്റെ ചോദ്യമാണ്. അല്ലല്ല, എന്റെ ചോദ്യമാണ്. രാഹുൽ പറയുന്നത് അങ്ങനെ. അത് രാഹുൽ എന്നോടല്ല ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അബ്ഡക്ഷൻ നിലനിൽക്കുവോ? അങ്ങനെയാണെങ്കിൽ അബ്ഡക്ഷൻ നിലനിൽക്കുവോ? എന്നാ പിന്നെ രണ്ടും നിൽക്കാത്ത രണ്ടും കിട്ടാ പോരെ? രാഹുലിന്റെ വാദമാണ്, മുഴുവൻ രാഹുലിന്റെ വാദമാണ് കേട്ടോ വരുന്നത്. ഇതൊന്നും മധ്യപ്രദേശ് പോലീസിന്റെ വാദമോ NCSTയുടെ വാദമോ ഒന്നുമല്ല. അല്ലല്ലേ, ഇതൊന്നും രാഹുലിന്റെ വാദമാണ്. പറഞ്ഞിട്ടില്ല. ഞാൻ വരാം, രാഹുലെ വരാം. ഉണ്ട്, നിങ്ങൾക്ക് അല്ലല്ലേ സമയം തരാം. ശരി ശരി ജോർജ് ജോസഫ്. രാഹുൽ ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ രാഹുലാണ് കേട്ടോ നിയമോപദേശം കൊടുക്കുന്നത് ഇവർക്ക്, അതുകൊണ്ടാണ്. ശ്രീ ജോർജ് ജോസഫ്. നിർത്തൂ ജോർജ് ജോസഫ്. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൊണ്ട് കൊടുക്ക്. ഇപ്പൊ ശരിയായിട്ട് എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി.